ഡോക്ടർ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പം പല കുടുംബങ്ങളിലും പ്രസവ സംരക്ഷണം അല്ലെങ്കിൽ പ്രസവ രക്ഷ എന്നൊക്കെ പല വാക്കുകൾ കേൾക്കാം. കമ്പൽസറി ആയിട്ട് ഇവരെ ഇടുപ്പിൽ മൊത്തം ചൂടുവെള്ളം കെട്ടി വെക്കുക, ഇവരെ അങ്ങോട്ട് കിടത്തുക, അനക്കില്ല. കിടക്കുന്ന ആൾക്ക് ഓവർ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് കിടക്കുന്നതാണ്. കാരണം ഈ പറയുന്ന എണ്ണയുടെ സ്മെല്ലും ഇതെല്ലാം കൂടി ഇത് സയന്റിഫിക് ആയിട്ട് ഇത് ശരിയാണോ? ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ഈ അവരെ കെയർ കൊടുക്കുന്ന ലേഡീസ് പറയും നടക്കാൻ പറ്റില്ല എന്ന് പറയും, അതേപോലെ കിടക്കാം. ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻസി കഴിഞ്ഞുള്ള സമയത്ത് ത്രോംബോ എംബോളിസം അങ്ങനത്തെ ഫിനോമിനൻ ജാസ്തി ആയിരിക്കും. ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ഈ ക്ലോട്ട് പോയിട്ട് പല അവയവങ്ങളിലും ബ്ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള അവസ്ഥയുണ്ട്. അപ്പം അത് ഇങ്ങനെ എക്സസീവ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ആ ചാൻസസ് കൂട്ടും. അത് ബ്രെയിനിൽ വരെ പോയിട്ട് ബ്ലോക്ക് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ചില ആൾക്കാർ വെള്ളം കുടിപ്പിക്കില്ല. വെള്ളം കുടിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഈ വെള്ളം കുടിപ്പിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഇറ്റ്സെൽഫ് നമ്മളുടെ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുക. പ്രഗ്നൻസി കഴിഞ്ഞ് ഇപ്പോൾ നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണെങ്കിൽ പോലും നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആക്ച്വലി നടക്കുന്നത് അവർക്ക് നല്ലതേ ഉള്ളൂ. ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അവർക്ക് ഇന്നതൊക്കെ കൊടുത്തുകൂടെ, ലേഹ്യമൊക്കെ കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും. പ്രസവം കഴിഞ്ഞ ആൾ എന്തായാലും പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കണം. വെജിറ്റേറിയൻ ഭക്ഷണം, വെജ്, നോൺ വെജ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചാൽ കിട്ടാത്ത എന്ത് പോഷകങ്ങളാണ് പിന്നെ ലോകത്തുള്ളത്? അപ്പോൾ ഈ പോഷകങ്ങളുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അത് വെജും നോൺ വെജും ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ കിട്ടും, എല്ലാം കിട്ടും. അതിന് പുറമെ വേറെ ഒരു കാര്യങ്ങളുടെ ആവശ്യമില്ല, സപ്ലിമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു സപ്ലിമെൻ്റ് ഒന്നും ആർക്കും കൊടുക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാൻ കാൽഷ്യം ടാബ്ലറ്റാണ്. അത് കുട്ടിയുടെയൊക്കെ ബോണൊക്കെ വളരെയാണ്. അപ്പം മിൽക്കിൽ തന്നെയാണ് ഇതൊക്കെ പോകുന്നത്. ഒരു ചെറിയ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ വരാം. അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ വയറ് കെട്ടുന്നത് അത് കുറച്ച് കാര്യങ്ങളുള്ള തന്നെ. വയറ് കെട്ടുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം അബ്ഡോമിനൽ മസിൽസ് ഈ എല്ലാം അതിൻ്റെ ടോണൊക്കെ പോയിട്ടുണ്ടാവും, ഭയങ്കര ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അബ്ഡോമിനൽ ബൈൻഡേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഹെർണിയ ഉണ്ടാക്കാനൊക്കെ ചാൻസസ് ഒക്കെ കുറയ്ക്കും. പക്ഷേ നമ്മൾ ഈ സാധാരണ സ്ഥലത്ത് കെട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോർത്ത് പോലത്തെ സാധനം കെട്ടുകയാണ്. ഈ തോർത്ത് പോലത്തെ കെട്ടിയിട്ട് ഒരു കാര്യമില്ല. തോർത്ത് പോലത്തെ കെട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? മേലെ ഒരു ബാൻഡ് പോലെ നിൽക്കും, താഴെ ഒരു ബാൻഡ് പോലെ നിൽക്കും, വയറ് ഫുൾ ചാടിയിട്ടുണ്ടാവും. അപ്പോൾ അതല്ല, അതിനുള്ള ബൈൻഡേഴ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ഒരു 1 or 2 months കഴിഞ്ഞിട്ട് പോസ്റ്റ് നേറ്റൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ആദ്യത്തെ ഒരു 6 ആഴ്ച വരെ ഇവരുടെ ലിഗമെൻറ്റ്സ് ഒക്കെ ലാക്സ് ആയിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിനൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ് നേറ്റൽ എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അബ്ഡമൻ മസിൽസും ഈ ലോവർ ബാക്ക് മസിൽസൊക്കെ പഴയ സ്ട്രെങ്ത്തിൽ വരുള്ളൂ. അപ്പോഴാണ് അവരുടെ ഈ നടുവേദനയൊക്കെ കുറയുന്നത്. അല്ലാതെ അതിന് പെട്ടെന്ന് ഇവിടെ കെട്ടി വെച്ചോണ്ടോ അതുകൊണ്ടൊന്നും നടുവേദന കുറയില്ല. സോ അത് കൂടുതൽ ഒരു ആള് അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നിമിഷം എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ? എൻജോയ് അവർ സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് യുവർ ബേബി. ഇപ്പോഴത്തെ കുറേ നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവർ ആ ലൈഫ് കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട്. ഡാൻസ്, ദേ സിംഗ്, ഡു ഓൾ ദ ആക്ടിവിറ്റീസ്. എനിക്കൊന്നും അതായിരിക്കും കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് കുട്ടിയും സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കാര്യങ്ങൾ. ഞങ്ങളിപ്പോൾ പറയുന്ന കാര്യം അത് തന്നെയാണ്. ഈ പ്രഗ്നൻസി എന്നുള്ള വളരെ മെമ്മറബിൾ ആയിട്ടുള്ള കാലഘട്ടമാണ്. അതിൻ്റെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നല്ല ഫോട്ടോസ്, നല്ല വീഡിയോസൊക്കെ എടുത്ത് വെക്കാൻ. ഈവൻ അത് ബേർത്തിങ് ടൈം വരെയുള്ള സമയം, ബേർത്തിങ് ടൈമും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി, അപ്പോൾ ആ ഫസ്റ്റ് ഡേയ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴും ഓർമ്മക്കായിട്ട് എടുത്തു വെക്കണം. ഫോട്ടോ, വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തു വെക്കണം. നമ്മുടെ വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ സേവ് യുവർ ഡേറ്റും ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഡെസ്റ്റിനേഷൻ ബേർത്തിങ് ആയിട്ട് മാറും. ബേർത്തിങ്, അതെ, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ന്യൂ കമർന്ന രീതിയിൽ ഇതിനെ കൊണ്ടുവന്ന് അത് എപ്പോഴും മരിക്കുമ്പോൾ അവർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന മൊമെന്റ്സ് ആയിട്ട് മാറ്റും. അതെ. അത് നമ്മൾ ആ ഹോസ്പിറ്റലും അതിനുള്ള അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മളെ കിംസ് കഡിൽസിലൂടെ അത് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ ബേർത്തിങ് സെന്റർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഞാനൊരു പോസ്റ്റ്നേറ്റൽ അവസ്ഥയെ പറ്റി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഒരുപാട് ഹോർമോണൽ ചേഞ്ച് ഈ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവും ഒരു ഡെലിവറി കഴിഞ്ഞാൽ, അല്ലേ? സത്യമല്ലേ? ആ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോഴും കാണാറുള്ളത് പോസ്റ്റ് നേറ്റൽ, അതായത് ഡെലിവറി കഴിഞ്ഞ് ആയാലും ഇവരുടെ മാനസിക നില പല സാഹചര്യങ്ങളിലും പലർക്കും വ്യത്യസ്തമാവാൻ തോന്നും. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം കൂടും, സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നും. അത് അണുകുടുംബങ്ങളിൽ അത് കൂടുതൽ കാണുന്നതായിട്ടും അവിടെ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവുന്നതിൽ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിനെയും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന എന്ത് സ്റ്റെപ്പാണ് ഡോക്ടർ എടുക്കുന്നത്? ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലേബർ പെയിൻ ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഒരു രാത്രിയൊക്കെ ലേബർ പെയിൻ വന്നിട്ടുണ്ടാകും. അപ്പം ഈ ലേബർ പെയിൻ ചില ആൾക്ക് കുറേ നേരം നീണ്ടു നിൽക്കും. അപ്പോൾ ചിലപ്പോൾ 1 or 2 ദിവസം ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല.
അപ്പം അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിയുന്നു. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ ഈ സ്ലീപ്പ് ഡിപ്രൈവേഷനൊക്കെ കുറേ മെൻ്റൽ ചേഞ്ചസ് ഉണ്ടാക്കും. പിന്നെ അതിന് പുറമെ ഡെലിവറി സമയത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ മീഡിയേറ്റേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു മാനസിക നിലയ്ക്ക് വ്യത്യാസം വരുത്താം. അപ്പം ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ പറയും നല്ലോണം ഉറങ്ങണം. പിന്നെ അതേപോലെ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന അവസ്ഥയുണ്ട്. വീട്ടിൽ പോയാലും നമ്മളിവിടെ എന്താ സംഭവിക്കുന്നത്? വീട്ടിൽ പോകണ്ട, അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ കുടുംബക്കാർ കുറേ ആൾക്കാർ വരും. അവർക്ക് പെയിൻ ഉണ്ടാവും. ഈ സിസേറിയൻ കഴിഞ്ഞാണെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആണെങ്കിലും അവർക്ക് ആ സമയത്ത് പെയിൻ ഉണ്ടാവും. അവർക്ക് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടത് സത്യം പറഞ്ഞാൽ റെസ്റ്റാണ്. അവരെ വെറുതെ വിടുകയാണ് ഫസ്റ്റ് വേണ്ടത്. പലപ്പോഴും അത് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നില്ല. അതെ, ആരെങ്കിലും കംപ്ലൈൻറ്റ് പറയുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. അപ്പം സ്ലീപ്പിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യണം ഇവരുടെ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ പോഷകങ്ങളും ആഹാരം കിട്ടണം. പിന്നെ അതേപോലെ കുട്ടി പുറത്ത് വന്ന് അതിൻ്റെ ടെൻഷനുണ്ടാവും. ഒരു പുതിയ സാധനം കിട്ടുന്ന അതിനെ പറ്റിയിട്ട് എൻറ്റയർലി അറിയില്ല അവർക്ക്. അപ്പോൾ അതിൻ്റെ തന്നെ കുറേ ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫീഡിങ്, അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളും ടെൻഷനും കൂടി ഉണ്ടാകുമ്പോൾ അവരുടെ മാനസിക നില എന്താ പറയുക, ഒരു ടെൻഷനൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു അവർക്ക് ഈ ഒരു പോസ്റ്റ്നേറ്റൽ പീരീഡ്, ആന്റിനേറ്റൽ പീരീഡ് തൊട്ട് തുടങ്ങിയാലും പോസ്റ്റ്നേറ്റൽ പീരീഡിലും അവരുടെ സംശയങ്ങൾ തീർക്കാൻ ഒരു ഗൈഡായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനൊരു മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സിസ്റ്റത്തിൽ അത് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? അവർക്കൊരു പോസ്റ്റ്നേറ്റൽ ഗൈഡായിട്ട്. കാരണം അവരുടെ മാനസികമായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ടാവും. ഇത് ചിലപ്പോൾ ഭർത്താവിനോട് ചോദിക്കാൻ പറ്റില്ല, വീട്ടുകാരോട് ചോദിക്കാൻ പറ്റില്ല. എല്ലാവരും അത് നോക്കേണ്ട, അവർക്ക് അങ്ങോട്ട് ചിലപ്പോൾ അവർക്ക് തൃപ്തികരമായ ഉത്തരമായിരിക്കില്ല കൊടുക്കുന്നത്. പക്ഷേ അവരെ ഈ 9 മാസം പരിചരിച്ച ഡോക്ടർക്ക്, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിനെ നോക്കിയ ഒരു ഡോക്ടർക്ക് ഇതിന് ശരിക്കും ഉത്തരം കൊടുക്കാൻ പറ്റും. അവരുടെ മാനസിക നില എനിക്ക് തോന്നുന്നു അവർ വീട്ടുകാരെക്കാളും നിങ്ങളായിരിക്കും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ ജേണിയിൽ ഈ ഒരു സമയത്ത്. അപ്പം ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് ഒരു ഗൈഡായിട്ടായിരിക്കും കിംസ് കഡൽസ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിൻ്റെ, നമ്മളൊരു നഴ്സിംഗ് സ്റ്റാഫോ എല്ലാവരുടെ കൂടെ തന്നെ എന്ത് പ്രശ്നങ്ങൾക്കും ഡോക്ടറിനെ തന്നെ എപ്പോൾ വിളിക്കത്തക്ക രീതിയിൽ, അത് കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഡോക്ടർ ആഷ്ലി ആയാലും ഡോക്ടർ തുഫൈലിൻ്റെ ടീമായാലും ആരെയാണോ അവർക്ക് വിളിക്കുന്ന രീതിയിലേക്ക് എപ്പോഴും ആക്കാം. ഈ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന ആദ്യത്തെ ആന്റിനേറ്റൽ പീരീഡ് തന്നെ ഇടയ്ക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന ആൾക്കാരുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിനും ഇല്ലാത്തതിനും നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊരുപാട് സംശയം അവർക്ക് ഉണ്ടാവും. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും കുഞ്ഞ് ശ്വാസം വരുന്നുണ്ടോ, ഇടയ്ക്ക് ചിലപ്പോൾ മൂക്കിൽ കൈവച്ച് നോക്കും, ചിലപ്പം ഹൃദയത്തിൽ ജസ്റ്റ് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് കൈവച്ച് നോക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന ദൈനംദിന ആൾക്കാരാണ്. ഇവർക്ക് ആ ടെൻഷനാണ് അവർ നോക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ജോലിക്ക് പോകേണ്ട ആൾക്കാർ വീട്ടിൽ സെർവൻറ്റിനൊക്കെ ആക്കിയിട്ടായിരിക്കും കുട്ടിയെ സെർവൻറ്റിനെ ആക്കിയിട്ട് പോകുമ്പം ഇതിനുണ്ടാവുന്ന ഒരു ഭയങ്കര മാനസിക പിരിമുറുക്കമുണ്ട്. ഇതിനൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്ത പാടെ നമ്മൾ ആ രോഗിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ആ കുട്ടി ആകുന്നവരെ, ആ കുട്ടി സ്വന്തമായിട്ട് നിൽക്കുന്നവരെ തന്നെ ആ ഒരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇറ്റ്സ് ഗോയിങ് ടു ബി എ കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻ്റ് അല്ലേ എന്നാണ് കഡൽസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന് ഒരു ഡോക്ടർ, നിങ്ങളെ ഈ 2 ടീം അംഗങ്ങളും നിങ്ങൾ ലീഡേഴ്സും നിങ്ങളുടെ അണ്ടറിലുള്ള ടീമുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഫാമിലിയിലേക്ക് ഒരു ഹാപ്പി മൊമെൻ്റ് കയറി വരുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഇതിനകത്തൊരു ഡിപ്രഷൻ്റെ കമ്പോണൻറ്റ് വരും. ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു സ്ഥലം ഓബ്സ്റ്ററ്റിക്സ് ആൻഡ് ന്യൂ ബോൺ. ആ ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് സാറ് പറഞ്ഞല്ലോ, ഒരുപാട് സ്ട്രെസ്. ഈവൻ ബേബി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫോർ എക്സാമ്പിൾ ചെറിയ കാര്യമായിരിക്കും. ഞാൻ ഫസ്റ്റ് ഡേ ന്യൂ ബോൺ ചെക്കപ്പിന് പോകുന്ന ദിവസം റൗണ്ട്സിന് പോകുമ്പം ഫസ്റ്റ് കംപ്ലയിൻറ്റ് ഡോക്ടർ പാലില്ല, കുഞ്ഞ് ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് തുമ്മലാണ്, മൂക്കടപ്പാണ്. നമുക്കറിയാം ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷേ ഒരു മദറിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ഒരു പ്രൈമറി മദർ, അതായത് ആദ്യമായിട്ട് അമ്മയാവുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് നോർമലാണെന്നും, അതായത് പാല് വരാൻ സമയമെടുക്കും, കുഞ്ഞിനെ കൊണ്ട് പാല് വലിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ചെറിയ മൂക്കടപ്പും തുമ്മലും ഒക്കെ നോർമലാണെന്നും, അതുപോലെ തന്നെ ന്യൂ ബോൺസിൽ കുറേ നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനൻസ് എന്ന് പറഞ്ഞ കുറേ ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം, പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൻ്റെ ദേഹത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ കാണുന്ന ഒരു റാഷസ്, അപ്പോൾ ഇതൊക്കെ വളരെ വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് നോർമലാണെന്നും, അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് വളരെ ഹെൽപ്ഫുള്ളാണ്. എപ്പോഴും ഈ റിലേറ്റീവ്സ് ഒരുപാട് പേര് കുട്ടിയെ കാണുമ്പോൾ റിലേറ്റീവ്സിൻ്റെ പല കമൻസും വരും. ഈ കമൻസ് ഇവരെ എങ്കിലും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കൂടുതൽ ഡിപ്രഷനിൽ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ അവർക്കൊരു സ്ട്രോങ്
അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ടുള്ള രീതിയിൽ അവർക്ക് ആൻസർ ചെയ്തൊക്കെ രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വിടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദേ വിൽ ബി മച്ച് മോർ എഫിഷ്യൻറ്റ് ടു ഡു ദീസ് തിങ്സ്. നമ്മൾ ഡോക്ടേഴ്സ് മാത്രമല്ല, നമുക്ക് നല്ലൊരു നഴ്സിംഗ് ടീമുണ്ട്, ലാക്ടേഷൻ കൗൺസിലർ ഉണ്ട്. അപ്പോൾ അവരാണെങ്കിലും വാർഡിൽ ഡെയിലി റൗണ്ട്സ് എടുക്കാറുണ്ട്. അപ്പം അമ്മമാരുടെ സംശയങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. വീണ്ടും ഞാൻ റൗണ്ട്സിന് പോകുമ്പോൾ ഈ സംശയങ്ങളെല്ലാം അവരോട് ഇതാക്കാറുണ്ട്. പിന്നെ സാറ് മുന്നേ പറഞ്ഞ പോലെ OP-യിൽ വരുമ്പോൾ ലിറ്ററലി ഇപ്പം എല്ലാവരും ഫോണുള്ളതുകൊണ്ട് ഫോണിൽ നോട്ട്സ് എഴുതി ഒരു 5-6 ഡൗട്ട്സ് അവർ എഴുതി അങ്ങനെ ചോദിക്കാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഡോക്ടർ ഒരു ഡൗട്ടും കൂടെ ഉണ്ട് ചോദിക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. അല്ലാതെ ഇപ്പം നമ്മൾ അസുഖം മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത്, ഈ കമ്പോണൻറ്റും ശരിയാണ്. കാരണം എപ്പോഴും അമ്മ ഹാപ്പി ആയിരുന്നാലേ കുഞ്ഞിന് നല്ലപോലെ പാല് വരത്തുള്ളൂ. അപ്പോൾ അമ്മ ആൻഡ് കുഞ്ഞ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയും ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞുമാണ്. അപ്പോൾ ഇത് രണ്ടും എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു നല്ല സുഹൃത്തായിട്ട് ആ ഡോക്ടർ മാറുന്നു. അവർക്ക് ആ ലൈഫ് ലോങ്ങിലേക്ക് പല പ്രശ്നങ്ങൾ, ചിലപ്പം നിങ്ങളുടെ രണ്ടാളുടെയും ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്ത പല പ്രശ്നങ്ങൾക്ക് നിങ്ങളായിരിക്കും ചിലപ്പോൾ ഉത്തരം കൊടുക്കേണ്ടി വരിക, അവർ സഹായിക്കേണ്ടി വരിക.